സുവർണ കഥകളിലേക്ക് സ്വാഗതം. കഥ സുഗുണന്റെ മകൾ. എഴുതിയത് VS അജിത്. സുഗുണന്റെ മകൾ കോളിംഗ് എന്ന് മൊബൈൽ സ്ക്രീനിൽ എഴുതി കാണിച്ചപ്പോൾ ഒരു നിമിഷം ഉള്ളൊന്നു പാളി. ഉച്ച മുതൽ പതിവില്ലാതെ കാക്ക ചിലച്ചതും ഒരണ്ണാരക്കണ്ണൻ ജനൽ കമ്പിയിൽ വന്നിരുന്നതും വെറുതെയല്ല. 10 വർഷത്തെ ബാംഗ്ലൂർ ജീവിതത്തിനിടയിൽ ആദ്യമായാണ് അണ്ണാരക്കണ്ണനെ കാണുന്നത്. 1 മിനിറ്റ് പവർ സപ്ലൈ പോവുകയും ഡിസ്റ്റർബ്ഡായ വൈഫൈ നോർമലാകാൻ 10 മിനിറ്റ് എടുക്കുകയും ചെയ്തു. ആ ഗ്യാപ്പിലാണ് കാക്ക കരഞ്ഞതും അണ്ണാരക്കണ്ണൻ ദയനീയമായി നോക്കിയതും. കുറിച്ചുകൊണ്ടിരുന്ന കാഷ്യൂനട്ടിന്റെ ബോൾ അതിനു നേരെ നീട്ടിയാലോ എന്നാലോചിച്ചു. പക്ഷേ അത് വിശന്നിട്ടാണ് വന്നതെന്ന് തോന്നിയില്ല. വിശക്കുന്നവരെ കണ്ടാൽ മനസ്സിലാക്കാനുള്ള കഴിവ് തനിക്കുള്ളതിൽ സുഗുണൻ അഭിനന്ദിച്ചത് ഓർമ്മ വന്നു. 2 വർഷം മുമ്പാണത്. കോച്ചുന്ന തണുപ്പുള്ള ഒരു വെളുപ്പാൻ കാലം. വൈറ്റ്ഫീൽഡിലെ സായിബാബ ഹാർട്ട് ഹോസ്പിറ്റലിനു മുമ്പിൽ ഗേറ്റ് തുറക്കുന്നത് കാത്തുനിൽക്കുന്ന 100ഓളം ആത്മാക്കൾ. ഞാനും സുഗുണനുമൊഴികെ എല്ലാവരും പിച്ചക്കാരായ നാടോടികളെപ്പോലിരുന്നു. അതൊരു അഹങ്കാരമായോ പുച്ഛമായോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം. വേഷവിധാനങ്ങളുടെ സവിശേഷതയാവും. കന്നഡക്കാരോ ഹിന്ദിക്കാരോ ആയിരിക്കും. അപ്പോഴാണ് സൈക്കിളിൽ കെട്ടിവച്ച സ്റ്റീൽ കെറ്റിലുമായി ഒരു ചായവാല വന്നത്. ഞാൻ 2 ചായ പറഞ്ഞു. നമ്മുടെ നാട്ടിലെ ചായയുടെ 4-1 വരൂ. വിലയും മധുരവും കൂടുതൽ. പക്ഷേ കൊടും തണുപ്പിൽ വലിയൊരാശ്വാസം തന്നെ. നല്ല ചൂടുമുണ്ട്. ഞങ്ങൾ ഊതി കുടിക്കുമ്പോൾ ഒരു വൃദ്ധൻ അരമതിലിൽ കുന്തിച്ചിരുന്ന് ഞങ്ങളെയും ചായവാലയെയും മാറി മാറി നോക്കി. ചായ് ചാഹിയേ? അറിയാവുന്ന ഹിന്ദിയിൽ ഞാൻ ചോദിച്ചു. അയാൾ വേണമെന്ന് തലയാട്ടി. ഒരു ചായ അയാൾക്ക് വാങ്ങിക്കൊടുത്തു. ദൈവത്തിന്റെ ഒരിടപെടൽ നടന്നു എന്ന് മനസ്സിലാക്കിയ പോലെ വൃദ്ധൻ ആകാശത്തേക്കൊന്ന് നോക്കിയ ശേഷം ചായ വാങ്ങി കുടിച്ചു. സുഗുണന്റെ കണ്ണിൽ നിന്നും കണ്ണീർ ചാടിയത് പിന്നീടാണ് ശ്രദ്ധിച്ചത്. അയാളുടെ കയ്യിൽ 10 രൂപ ഇല്ലെന്ന് എങ്ങനെ മനസ്സിലായി? സർ, നിങ്ങൾ വലിയവൻ തന്നെ. എനിക്കത് മനസ്സിലായില്ലല്ലോ ദൈവമേ. സത്യത്തിൽ ആ നിമിഷമാണ് ഞങ്ങൾ പരിചയപ്പെട്ടത്. റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള 10 കിലോമീറ്റർ ദൂരം ഞങ്ങൾ അധികമൊന്നും സംസാരിച്ചിരുന്നില്ല. യാത്ര സുഖമായിരുന്നല്ലോ. ഇവിടെ എത്തിയപ്പോൾ സെന്തിൽ കൃത്യമായി വിളിച്ചുണർത്തിയല്ലോ. ഉറങ്ങിപ്പോകുമോ എന്ന് പേടിച്ചു. നാട്ടിൽ വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുവരുവാൻ ലീവ് കിട്ടിയില്ല. അങ്ങനെ എന്തൊക്കെയോ ഞാനും. കൂട്ടുകാരൻ വലിയ സഹായമായിരുന്നു. ഈ സമയം ഇവിടെ എത്താൻ സാർ വെളുപ്പിന് 3 മണിക്ക് എണീറ്റു കാണുമല്ലോ. ബാംഗ്ലൂരിൽ നിന്നും ട്രാഫിക് ഇല്ലെങ്കിൽ 1 മണിക്കൂർ എടുക്കുമെന്ന് കൂട്ടുകാരൻ പറഞ്ഞായിരുന്നു. എന്നെ കാരണം സാർ ഒരുപാട് ബുദ്ധിമുട്ടി അല്ലേ എന്നൊക്കെ സുഗുണനും പറയുകയേ ഉണ്ടായുള്ളൂ. അണ്ണാരക്കണ്ണൻ വീണ്ടും വന്നു. ലാപ്ടോപ്പ് ഷട്ട് ഡൗൺ ചെയ്തിട്ടേ അത് പോയുള്ളൂ. ഉള്ളൊന്ന് പാളിയെങ്കിലും വിഷമിക്കാൻ പാടില്ല. അത് സുഗുണനോട് ചെയ്യുന്ന അനാദരവായിരിക്കും. പണി മതിയാക്കി. അമേരിക്കക്കാരൻ സായിപ്പിന്റെ തെറി കേൾക്കേണ്ടി വരും. സാരമില്ല. തൊട്ടടുത്ത ജംഗ്ഷനിൽ നിന്നും പുഴുങ്ങിയ കാടമുട്ടയും റവയിൽ മുക്കിപ്പൊരിച്ച 2 അയില മീനും വാങ്ങി. സ്കോച്ച് കയ്യിലുണ്ട്. എങ്കിലും ഓൾമങ്ക് കൂടി എടുത്തു. സുഗുണന്റെ ബ്രാൻഡാണല്ലോ അത്. തിരിച്ചു വന്ന് ടീപ്പോയ്ക്കരികിൽ 2 കസേര പിടിച്ചിട്ടു. 2 ഗ്ലാസ്സിൽ മദ്യം പകർന്നു. സുഗുണൻ സോഡ ഒഴിക്കാറില്ല. ഇനി സുഗുണന്റെ മകളെ വിളിക്കണം. നേരത്തെ മനഃപൂർവ്വമാണ് ഫോൺ എടുക്കാത്തത്. ആ കുട്ടിയുടെ പേര് ഓർമ്മയില്ല. ഒരിക്കൽ മാത്രമാണ് ഈ ഫോണിൽ നിന്നും കോൾ വന്നിട്ടുള്ളത്. 6 മാസം മുൻപ്. അന്ന് സുഗുണനാണ് സംസാരിച്ചത്. വലിയ ഉത്സാഹത്തിലും സന്തോഷത്തിലുമായിരുന്നു അയാൾ. നിങ്ങളുടെ നാവ് പൊന്നായിരുന്നു. മകളുടെ കല്യാണം ഉറപ്പിച്ചു. നല്ല കൂട്ടരാണ്. വലിയ സ്ത്രീധനമൊന്നും ചോദിച്ചില്ല. ദൈവഭാഗ്യം. അടുത്ത മാസം 10-നാണ്. ഇത്ര ദൂരം വരികയൊന്നും വേണ്ട. പ്രാർത്ഥന ഉണ്ടാവണം. ആയുസ്സുണ്ടെങ്കിൽ ഒരിക്കൽ കൂടി കൂടണം. എന്റെ ചിലവ് മകൾക്കു വേണ്ടി. കാണും മുൻപ് ആയുസ് അറ്റുപോയാൽ എല്ലാം അന്ന് പറഞ്ഞ പോലെ. സമ്മാനം അയക്കാനൊന്നും നിൽക്കണ്ട. ഇപ്പോ തന്നെ വീട്ടാൻ പറ്റാത്ത കടമുണ്ട്. സ്നേഹം മാത്രം മതി. ചുമ്മാ പറഞ്ഞ പ്രവചനം സത്യമായതിൽ എനിക്ക് അഭിമാനം തോന്നി. ഇതാണല്ലേ നമ്പർ? ഞാൻ സേവ് ചെയ്യാം. വേണമെന്നില്ല. ഇത് മകളുടെ ഫോണാണ്. അല്ലെങ്കിൽ സേവ് ചെയ്തോ. വടിയാവുമ്പോൾ ഈ ഒരാളെ വിളിച്ചു പറയണമെന്ന് ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് കട്ടായി. ഞാനപ്പോൾ ഗൂഗിൾ ഹാൻഡ് റൈറ്റിംഗ് ഇൻപുട്ടിൽ മലയാളത്തിൽ എന്തോ എഴുതുകയായിരുന്നു. അങ്ങനെയാണ് സുഗുണന്റെ മകൾ എന്ന് കോണ്ടാക്ട് സേവ് ചെയ്തത്. മേശപ്പുറത്ത് ചന്ദ്രക്കലയുടെ ആകൃതിയിൽ തൂകിയ കോഫിക്ക് ചുറ്റും 10-100 മണിയൻ ഉറുമ്പുകൾ തിക്കിത്തിരക്കി നിൽക്കുന്നു.
ഉച്ചയുറക്കം കോംപ്രമൈസ് ചെയ്ത് വർക്ക് ഫിനിഷ് ചെയ്യാൻ ഡെഡ്ലൈൻ കിട്ടിയതുകൊണ്ടാണ് സമയം തെറ്റി കോഫി ഉണ്ടാക്കിയത്. സായിബാബ ആസ്പത്രിക്ക് മുൻപിൽ കൂട്ടം കൂടി നിന്ന ഞങ്ങളെ മണിയനുറുമ്പുകളെ പോലെയാവും ഗഗനസഞ്ചാരിയായ മാലാഖ വീക്ഷിച്ചിട്ടുണ്ടാവുക. 6 മണിക്ക് ഗേറ്റ് തുറന്നതും വരിയുടെ മുമ്പിൽ നിൽക്കാൻ ഞങ്ങൾ ഇരച്ചു കയറി. തിരക്ക് കൂട്ടേണ്ട, എല്ലാവരെയും നോക്കുമെന്ന് സെക്യൂരിറ്റി കന്നഡയിൽ പറഞ്ഞു. ഫോം ഫിൽ ചെയ്യുന്ന സിസ്റ്റർ മലയാളിയായിരുന്നു. സുഗുണനോട് മാസവരുമാനം എത്രയെന്ന് ചോദിച്ചു. റേഷൻ കാർഡിൽ എഴുതിയ പോലെ 300 രൂപ എന്നയാൾ ഉത്തരം നൽകി. എങ്കിൽ നിങ്ങൾ എന്നെ മരിച്ചുപോയേനെ. 300 രൂപ വച്ച് ഒരാൾക്ക് 1 മാസം ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, അവർ കയർത്തു. ഓരോ ഭാഷയും അറിയുന്ന ഡോക്ടർമാരുണ്ട്. മലയാളി ഡോക്ടറാണ് സുഗുണനെ നോക്കിയത്. ചില ചോദ്യങ്ങൾക്ക് ഞാൻ ജാടയിൽ ഇംഗ്ലീഷിൽ കടുവറക്കാൻ നോക്കിയത് ഡോക്ടറിന് പിടിച്ചില്ല. ഇവിടെ ഒരു ഇന്റർപ്രറ്റർ വേണ്ട, രോഗി പറയട്ടെ, നിങ്ങൾ മിണ്ടരുത്. എൻ്റെ നാവു കെട്ടി. മനുഷ്യന്റെ ഹൃദയത്തിന് 4 വാൽവുകളുണ്ട്. അതിലൊരെണ്ണം നിങ്ങളുടെ കാര്യത്തിൽ ഗുരുതരമായ കുഴപ്പത്തിലാണ്. കേടായ വാൽവ് മാറ്റിവച്ചില്ലെങ്കിൽ 6 മാസത്തിനുള്ളിൽ മരണം സംഭവിക്കാം. ഇവിടത്തെ ചികിത്സ പൂർണ്ണമായും ഫ്രീ ആണ്. മാത്രമല്ല, നിങ്ങൾക്കും കൂടെ വന്ന ഒരാൾക്കും നാട്ടിലെത്താനുള്ള ട്രെയിൻ ടിക്കറ്റും ഞങ്ങൾ സൗജന്യമായി തരും. ഓപ്പറേഷൻ കഴിഞ്ഞാൽ നിങ്ങൾ ദിവസവും ഏതാനും മരുന്നുകൾ കൃത്യമായി വാങ്ങി കഴിക്കേണ്ടി വരും. ഇപ്പോഴത്തെ പാലുകറക്കൽ ജോലി പിന്നെ കുറേ നാളത്തേക്ക് ചെയ്യാൻ പറ്റില്ല. മദ്യപാനം, സിഗരറ്റ് വലി എന്നിവ നിർത്തുകയും വേണം. ഡെയിലി കഴിക്കാനുള്ള മരുന്നിന്റെ തുക നിങ്ങൾ തന്നെ കണ്ടെത്തണം. എന്തു പറയുന്നു? ഇതൊക്കെ നിങ്ങളെക്കൊണ്ട് സാധിക്കുമോ? ഇല്ലെങ്കിൽ ഈ അവസരം മറ്റൊരു രോഗിക്ക് കൊടുക്കാം. ഒരുപാട് പേർ വാൽവ് കിട്ടാൻ ക്യൂവിൽ നിൽക്കുന്നുണ്ട്. എന്തു വേണമെങ്കിലും ചെയ്യാം സാറേ, ഹാർട്ട് ഒന്ന് നേരെയാക്കി തന്നാൽ മതി എന്ന് സുഗുണൻ പറയുമെന്നാവും ഡോക്ടർ കരുതിയത്. ഞാൻ തീർച്ചയായും അങ്ങനെ തന്നെ കരുതി. എന്നാൽ എന്നെ ഞെട്ടിച്ചുകൊണ്ട് സുഗുണൻ പറഞ്ഞു, എനിക്ക് വേണ്ട, വേറൊരാൾക്ക് ഉപയോഗപ്പെടട്ടെ സാറേ. പണിക്കു പോകാതെ ഇരുന്നിട്ട് മരുന്ന് വാങ്ങാൻ നമുക്ക് പാങ്ങില്ല. 2 എണ്ണം അടിക്കാതെ ഉറക്കവും വരത്തില്ല. ഡോക്ടർ ഞെട്ടിയതായി ഭാവിച്ചില്ല. കല്ലുപോലെ ഇരുന്ന് ഓക്കെ, നിങ്ങളുടെ ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് അടുത്ത രോഗിയെ വിളിച്ചു. 10-10:30 സംഗതി കഴിഞ്ഞു. ഹോസ്പിറ്റലിൽ പല ഫോർമാലിറ്റീസും ഉണ്ടാവുമെന്ന് കരുതി 2 ദിവസം കഴിഞ്ഞാണ് റിട്ടേൺ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നത്. അതുവരെ അയാൾ എൻ്റെ കൂടെ നിൽക്കട്ടെ എന്നു വച്ചു. ഞാനിവിടെ ഒറ്റാംതടിയാണല്ലോ. ആസ്പത്രിയിൽ നിന്നും ബാംഗ്ലൂരിലേക്കുള്ള യാത്രയിൽ അയാൾ ഉല്ലാസവാനായാണ് കാണപ്പെട്ടത്. വീട്ടുകാർ ചോദിച്ചാൽ 1 വർഷം കഴിഞ്ഞു വരാൻ പറഞ്ഞു എന്നേ പറയാവൂ എന്ന് എന്നോട് ആവശ്യപ്പെട്ടു. ഞാൻ മൗനമായിരുന്ന് കാർ ഓടിച്ചു. അയാൾ കുട്ടികളെ പോലെ ഓരോരോ സംശയങ്ങൾ ചോദിച്ചുകൊണ്ടേയിരുന്നു. ദൈവം കഴിഞ്ഞാൽ വലിയവൻ ഡോക്ടറല്ലേ? രോഗമല്ലേ മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രു? തണുത്ത രാജ്യത്തു ജീവിക്കുന്നവർക്ക് വാൽവിന് അസുഖം വരുമോ? ശവം പോലെ ജീവിച്ചു കിടക്കുന്നതിനേക്കാൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പം മരിക്കുന്നതല്ലേ നല്ലത്? ഒരു ക്വാർട്ടർ അടിച്ചു കിടന്നിട്ട് ഉറക്കത്തിൽ മരിച്ചു പോകുന്നതല്ലേ ഭാഗ്യം? എന്നൊക്കെ. കറവക്കാരനോട് തത്വചിന്ത പറയാനുള്ള വലിപ്പം എനിക്കില്ലാത്തതുകൊണ്ടാണോ, അപരനുമായി ഒരു വേവ് ലെങ്ത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതുവരെ ഞാൻ ഇൻട്രോവേർട്ട് ആയിരിക്കും എന്നതിനാലാണോ, 6 മാസത്തിനകം മരിക്കുമെന്ന് ഉറപ്പായിട്ടും ഇയാൾ സൗജന്യ ചികിത്സ വേണ്ടെന്ന് വെച്ചതോർത്തിട്ടാണോ? എനിക്കൊന്നും മിണ്ടാൻ തോന്നിയില്ല. ഒടുവിൽ അയാളും വായടച്ചു. ഫ്ലാറ്റിലെത്തിയപ്പോൾ ഉച്ചയായി. ആന്ധ്ര ബിരിയാണി വാങ്ങാൻ നിർത്തിയപ്പോൾ ഏതാ ബ്രാൻഡ് എന്ന് ഞാൻ ചോദിച്ചു. അതിനടുത്തു തന്നെ ഒരു വൈൻ ഷോപ്പുണ്ട്. അങ്ങനെയൊന്നുമില്ല, എല്ലാം പോവും, സാധാരണ ഓൾമങ്ക് എന്നയാൾ പറഞ്ഞു. 2 പെഗ് വെള്ളമൊഴിക്കാതെ കഴിച്ചപ്പോൾ അയാളുടെ ഉല്ലാസം മാറി. ഇത്തിരി വിഷാദം വന്നു. എനിക്ക് നേരെ തിരിച്ചു. മോളെ കല്യാണം കഴിപ്പിച്ചിട്ട് മരിച്ചാൽ മതിയായിരുന്നു സാറേ, അയാൾ വിതുമ്പി. മോൾക്ക് എത്ര വയസ്സായി? വരുന്ന കന്നിയിൽ 18 ആവും. പെൺകുട്ടികൾ പഠിക്കട്ടെ, ഇത്ര കൊച്ചിലെ എന്തിനാ കെട്ടിക്കുന്നത്? കല്യാണം തന്നെ മഹാമണ്ടത്തരമല്ലേ? സ്വന്തം കാലിൽ നിൽക്കാറാവുമ്പം അവർ വല്ല ലിവിങ് ടുഗെദറും ഒക്കെയായി വലിയ പരുക്കില്ലാതെ ജീവിച്ചോളും. ജീവിതത്തിന്റെ ലക്ഷ്യം തന്നെ കല്യാണമാണ് എന്നൊക്കെ എന്തിനാണ് കരുതുന്നത്? തുടങ്ങിയ മഹത്തായ ആശയങ്ങൾ മനസ്സിൽ വന്നെങ്കിലും അയാളോടത് പറയാനുള്ള ബുദ്ധിമോശം കാണിച്ചില്ല. പകരം എന്നെ സാറേന്ന് വിളിക്കേണ്ട എന്ന മാധുര്യം കൈമാറി. നിങ്ങൾ എന്ന് വിളിച്ചോട്ടെ.
പേര് വിളിക്കാൻ ഒരു മടി. അതാവാമെന്ന് ഞാൻ തലയാട്ടി. തൊഴിൽപരമായ പവർ ഇക്വേഷൻ നോക്കിയാൽ ആരെ വേണമെങ്കിലും സാർ എന്ന് വിളിക്കുന്നതിലോ വിളിക്കാത്തതിലോ അയാൾക്ക് വലിയ വ്യത്യാസമെന്നൊന്നും ഉണ്ടാവാനിടയില്ലെങ്കിലും എന്നോടുള്ള ബഹുമാനവും അടുപ്പവും കൂടാൻ ഈ നടപടി ഗുണം ചെയ്തു. ഇനി 6 മാസം ആയുസുണ്ടല്ലോ. അതിനു മുൻപ് എടുപിടിന്ന് കല്യാണം നോക്കണം. 4 സെന്റ് സ്ഥലമുണ്ട്, അത് കൊടുക്കാം. ഒരു ചെറുക്കനുള്ളത് കൊത്തവേല ചെയ്ത് എങ്ങനെയെങ്കിലും ജീവിച്ചോളും. 17 വർഷമായി അനപത്യ ദുഃഖം അനുഭവിക്കുന്ന ബാംഗ്ലൂർ കൊളീഗ് ദത്തെടുക്കാൻ നടപടിക്രമങ്ങളുടെ ഭാഗമായി സ്വഭാവ സർട്ടിഫിക്കറ്റ് ചോദിച്ചു വന്നപ്പോൾ 1 വർഷത്തിനകം നിങ്ങൾക്ക് സ്വന്തം കുഞ്ഞു ജനിക്കുമെന്ന് വെറുതെ പ്രവചിച്ചത് സത്യമായതാണ് എനിക്കപ്പോൾ ഓർമ്മ വന്നത്. നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മോളുടെ കല്യാണം നടക്കും. എന്റെ പ്രവചനം ഇതുവരെ തെറ്റിയിട്ടില്ല. അയാൾ എന്റെ ലാപ്ടോപ്പിലേക്കും ആകാശത്തിലേക്കും നോക്കി 2 തുള്ളി കണ്ണീർ കവിളിലൂടെ ഉരുണ്ടു. സന്തോഷാശ്രുക്കളാവാം. അയാൾക്ക് പഴയ ഉത്സാഹം തിരിച്ചു കിട്ടി. വൈകുന്നേരത്തെ കുടിക്ക് കാടമുട്ടയും അയില പൊരിച്ചതും എന്റെ വക എന്ന് അയാൾ അറിയിച്ചു. അതിവിടെ കിട്ടുമോ എന്ന് ആരായുകയും ചെയ്തു. പാതിരാത്രി വരെ ഞങ്ങൾ എന്തൊക്കെയോ സംസാരിച്ചു. അമേരിക്കൻ മാവു തിന്നാൻ 4 വരെ മാത്രമേ സ്കൂളിൽ പോയിട്ടുള്ളൂ എങ്കിലും അയാൾ മാരക ടീച്ചബിൾ ആണെന്നത് എന്നെ ഞെട്ടിച്ചു. ഏതു വിഷയം പറഞ്ഞാലും സ്കൂൾ ടീച്ചർമാരെക്കാൾ നന്നായി മനസ്സിലാവും. പ്രകാശവർഷത്തെക്കുറിച്ചും ആകാശത്ത് നാം കാണുന്ന പല നക്ഷത്രങ്ങളും പണ്ടേ മരിച്ചുപോയവയാണെന്നും ഞാൻ പറഞ്ഞു. അയാൾക്ക് എല്ലാം മനസ്സിലായി. വിദ്യാഭ്യാസം കൊണ്ട് കണ്ടാമിനേറ്റ് ചെയ്യപ്പെടാത്ത ശുദ്ധനായ മനുഷ്യൻ, തനി തങ്കം. ബോധം മറയും മുൻപ് എനിക്ക് വേണ്ടി ഒരു ലീവ് എടുക്കാൻ പറ്റുമോ എന്ന് അയാൾ ചോദിച്ചു. നാളെ ലീവാണല്ലോ എന്ന് ഞാൻ. നാളെയല്ല, ഒരു ദിവസം സുഗുണൻ വടിയായിന്ന് നാട്ടീന്ന് ഫോൺ വരും. അന്ന് ലീവ് എടുത്തിട്ട് നമുക്കിതുപോലെ ഇരിക്കണം. 2 ഗ്ലാസ് എടുക്കണം. ഞാൻ ഇവിടെ എത്തും. ചിലപ്പോൾ വല്ല പൂച്ചയോ എലിയോ ഒക്കെ ആയിട്ടായിരിക്കും. എനിക്ക് നിങ്ങളെ വല്ലാതെ ഇഷ്ടപ്പെട്ടു. ഈ സ്ഥലവും. ഇതുപോലെ തണുപ്പുള്ള സ്ഥലത്തു ജീവിച്ചാൽ ആർക്കും ഹാർട്ടിന് അസുഖം വരില്ല. നാട്ടിൽ ആവിയല്ലേ, കൊടും ചൂട്. അതിൽ പിന്നെ ഇന്നാണ് കാടമുട്ടയും അയില പൊരിച്ചതും ഒരുമിച്ച് വാങ്ങുന്നത്. ബാംഗ്ലൂർക്കാർ അയില റവയിൽ മുക്കി പൊരിക്കുന്നത് സുഗുണന് വലിയ അത്ഭുതമായിരുന്നു. ഞാൻ എൻ്റെ പ്ലേറ്റിലെ അയിലയിൽ നിന്നും നടുക്കണ്ടം പിച്ചെടുത്തു. അപ്പോൾ അണ്ണാരക്കണ്ണൻ വീണ്ടും വന്നു. ഇപ്പോൾ അതിൻ്റെ മുഖത്ത് വിഷാദച്ഛവിയില്ല. ഞാൻ കാഷ്യൂനട്ടിൻ്റെ ബൗൾ മെല്ലെ സ്ലോ മോഷനിൽ അങ്ങോട്ട് നീക്കി വച്ചു. എന്നാൽ അണ്ണാരക്കണ്ണൻ കാടമുട്ട 2 കൈകളാലും എടുത്ത് ചവയ്ക്കുകയാണ് ഉണ്ടായത്. അനന്തരം അത് ഗ്ലാസിൻ്റെ ഉൾഭിത്തിയിൽ മുൻകാലുറപ്പിച്ചുകൊണ്ട് തലകീഴായി സോഡയൊഴിക്കാതെ വച്ച മദ്യം നുണഞ്ഞു. ഗ്ലാസ് കമിഴ്ന്നു വീഴുമെന്ന് ഞാൻ ഭയപ്പെട്ടു. ഒരു പരന്ന പാത്രത്തിൽ ഒഴിച്ചു കൊടുത്താലോ എന്ന് ആലോചിക്കുകയും ചെയ്തു. എന്നാൽ അണ്ണാരക്കണ്ണന് ഭാരമുണ്ടായിരുന്നില്ല. സീറോ ഗ്രാവിറ്റി. എനിക്ക് ക്രിസ്റ്റഫർ നോലനെ ഓർമ്മ വന്നു. ചിന്തകൾ കാടുകയറും മുൻപ് സുഗുണന്റെ മകളെ വിളിക്കണം. ഞാൻ ഫോൺ എടുത്തു. എപ്പോഴായിരുന്നു മോളെ? 3 മണിക്ക്. അങ്കിൾ എങ്ങനെ അറിഞ്ഞു? കിടപ്പായിരുന്നില്ലല്ലോ. ഇല്ല, ഇന്ന് രാവിലെയും കൂടി പാലു കറക്കാൻ പോയി. തിരിച്ചു വരണ വഴിക്ക് MIT കൊണ്ട് ഒരു കയാലിൽ ചാരി. ഓട്ടോക്കാരെടുത്തോണ്ട് മെഡിക്കലിൽ ചെന്നപ്പം പോയിന്ന് പറഞ്ഞു. അവൾ വിതുമ്പി. ഞാനറിഞ്ഞു. അവൻ പറഞ്ഞിരുന്നു. മറ്റൊരു കഥയുമായി വീണ്ടും കാണാം. പ്രതീക്ഷയോടെ. നന്ദി.